അതായത് നമ്മുടെ മരണം റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം വരുന്നുണ്ട്. പടത്തിൽ അതിന് വേറൊരു ആംഗിൾ ഉണ്ട്, എന്തുകൊണ്ടാന്നുള്ളത് പടം കാണുമ്പോൾ മനസ്സിലാവും. ഓൾസോ നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇസ് ദാറ്റ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. കാരണം ആൾക്കാരത് സ്വീകരിക്കും, ആൾക്കാരത് കാണാൻ വേണ്ടി റെഡിയാണ് എന്നുള്ളൊരു. ഈ ഫെയിലിയറിന് നമ്മൾ പഠിക്കുന്ന ഒരു ലെസൺ എന്തായിരിക്കും? ഫെയിലിയർ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അപ്പ് ആൻഡ് ഡൗൺ ഉള്ളപ്പോൾ. ഏറ്റവും കൂടുതൽ ഒരു ജഡ്ജ്മെന്റലായിട്ട് വന്ന ബ്രൊമാൻസിലെ ഒരു കാണുന്ന ഒരാളുടെയും പെർസ്പെക്റ്റീവ് ആണ്. കുറേ പേർക്ക് വർക്കായി, കുറേ പേർക്ക് വർക്കായില്ല. അത് നെക്സ്റ്റ് ടൈം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നോക്കി ചെയ്യുക, നമുക്ക് എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അടുത്ത് എല്ലാവരും നല്ല സിനിമകൾ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ സ്ട്രൈവ് ചെയ്യുക, അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കുക.